ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലൂരാണ്. മൂകാംബിക ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കുടജാദ്രി ട്രെക്കിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ജീപ്പ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജീപ്പിനോട് അവരോട് സംസാരിച്ചിട്ട് റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് ഇവിടുന്ന് നമ്മൾ ഹാഫ് ഡിസ്റ്റൻസ് ജീപ്പിൽ കവർ ചെയ്യും. അതിനുശേഷം ബാക്കി നമുക്ക് ട്രെക്ക് ചെയ്തിട്ടാണ് കയറാനുള്ളത്. സോ യാ, ലെറ്റ്സ് ഗോ കുടജാദ്രി. അപ്പോൾ കുടജാദ്രി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന മാർഗം ജീപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ കുടജാദ്രിയുടെ ബേസ് വരെ എത്തിക്കും. അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം നടന്നാൽ മതിയാവും കുടജാദ്രി ദർശനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ഈ ജീപ്പ് സർവീസിന് ഏകദേശം 450 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഈ 450 രൂപയിൽ നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നും തുടങ്ങി നമ്മുടെ ബേസ് ക്യാമ്പ് വരെ എത്താനുള്ള യാത്രാ ചെലവും അതോടൊപ്പമുള്ള എൻട്രി ഫീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നും 470 രൂപ മുഴുവൻ ചാർജിൽ നിങ്ങൾക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുടജാദ്രി പോയി കണ്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. ചില സമയത്ത് അവർ 450ഉം ചില സമയത്ത് 470ഉം ആ ഒരു റേഞ്ചിലാണ് വാങ്ങിക്കാറ്. അപ്പോൾ രാവിലെ 8 മണിക്കാണ് ആദ്യത്തെ ബസ് സർവീസ് ആരംഭിക്കുന്നത്. വൈകുന്നേരം ഈ സർവീസ് അവൈലബിൾ അല്ല. ഉച്ച കഴിഞ്ഞ് 2:30 വരെ ഈ സർവീസ് ഉണ്ടായിരിക്കും. അപ്പോൾ കാണണമെന്നുള്ളവരൊക്കെ രാവിലെ പോയിട്ട് കണ്ട് തിരിച്ചു വരുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഈ ഒരു ജീപ്പ് സർവീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബേസിക് വേണ്ട എൻട്രിയുടെ കാര്യങ്ങളൊക്കെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു തന്ന് ചെയ്യിച്ചോളും. നിങ്ങൾ ഇവിടെ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളുടെ ഒക്കെ എണ്ണം എൻട്രി പോയിന്റിൽ അവർ എഴുതി വെക്കും. നിങ്ങൾ തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. അതിന് മുന്നോടിയായിട്ട് അവരൊരു എൻട്രി ഡെപ്പോസിറ്റ് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കും. 100 രൂപയോ 200 രൂപയോ ഒക്കെ ആയിട്ട് വാങ്ങിയിരിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസും കാര്യങ്ങളും തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ക്യാഷ് ഡെപ്പോസിറ്റ് തിരിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ മിക്ക ട്രക്കിംഗ് പോയിന്റുകളും ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജീപ്പ് സർവീസ് വളരെയധികം ഉപകാരപ്പെട്ടതാണ് കേട്ടോ ഈ വഴിയിലുള്ളത്. കാര്യം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ഓഫ് റോഡ് സഞ്ചരിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് ഫീലും കൂടെ ലഭിക്കുന്നത് കാരണം അത്യാവശ്യം രസമായിട്ട് ഫണ്ണായിട്ട് നമുക്ക് ബേസ് ക്യാമ്പ് വരെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൗണ്ടെയിൻസ് വ്യൂ കുറച്ചായിട്ട് കാണാൻ പറ്റും. കുന്നും മലയൊക്കെ കണ്ടിട്ടുള്ള ജീപ്പ് യാത്ര അത്യാവശ്യം ഉഷാറായിട്ടുള്ളത് തന്നെയാണ്. ഒരിക്കലും എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റ് തോന്നാത്ത വർത്തായിട്ടുള്ളൊരു ജീപ്പ് റൈഡ് തന്നെയാണ് കേട്ടോ ഈ റേറ്റിൽ കുടജാദ്രിയിലേക്കുള്ള ഈ യാത്ര. ഇപ്പോൾ നമ്മൾ ഏകദേശം കുടജാദ്രിയുടെ ബേസ് വരെ എത്തിക്കഴിഞ്ഞു. ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾക്ക് നടന്നു തുടങ്ങേണ്ടത്. ഏകദേശം 2 കിലോമീറ്ററാണ് മുകളിലേക്കുള്ള യാത്ര. അപ്പോൾ ജീപ്പെല്ലാം ഒരു പോയിന്റിലായിരിക്കും നിർത്തിയിടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. അവിടെ ഒരു ചെറിയ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം സർവീസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ജീപ്പ് വന്ന് കയറി അതിനുശേഷം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം നടന്നു തുടങ്ങേണ്ടതാണ്. ഹായ്, അപ്പോൾ നമ്മുടെ ജീപ്പ് വരുന്ന പോയിന്റ് ഇവിടം വരെയാണ്. ഇനി ഇവിടെ നിന്നാണ് ബാക്കി നമുക്ക് ട്രക്ക് ചെയ്ത് കയറേണ്ടത് കുടജാദ്രിയിലോട്ട്. ഈ കാണുന്ന വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഏകദേശം ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ കയറാൻ. പക്ഷേ കുറച്ച് കയറ്റം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ബാക്കി മുകളിലെത്തിയിട്ട് വിശേഷങ്ങൾ. നമ്മൾ നടന്ന് തുടങ്ങി കുറച്ച് മുകളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഈ ക്ഷേത്രക്കുളമൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. വളരെ തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വന്ന വഴി കുറച്ചുകൂടെ ക്ലീനായിട്ട് കാണാൻ പറ്റും. മുകളിലേക്കുള്ള കയറ്റം തുടങ്ങുമ്പോൾ തന്നെയുള്ള കാഴ്ചകൾ അത്യന്തം സുന്ദരമാണ് കേട്ടോ. അമ്പലം അടുത്തുള്ളത് കൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ കുളവും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാഴ്ചകളും ഒക്കെ കണ്ടാണ് നമ്മളുടെ യാത്ര തുടങ്ങുന്നത്. അത്യാവശ്യം ഒരു കയറ്റമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കയറുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാര്യം നമ്മുടെ ബോഡി വാമപ്പ് ആവുന്നത് വരെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമല്ലോ. പക്ഷേ കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മൊട്ടക്കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സഹ്യൻ്റെ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത്. നല്ല ഗ്രീനറി നിറഞ്ഞിട്ടുള്ളൊരു ട്രെയിൽ തന്നെയാണ്. മുകളിലോട്ട് കയറും തോറും നല്ലപോലെ കാറ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പോൾ നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അപ്പോൾ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീനറി നോക്കിയേ, നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാറ്റ് നന്നായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. അത്യാവശ്യം ട്രക്ക് ചെയ്യുന്നവരാണ് എനിക്ക് ഈസി ആയിട്ട് കയറി പോരും. ടോട്ടലി ഒരു 2-2.5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കുടജാദ്രി വേറൊരു ഫീലാണ്. നമുക്കിനി ബാക്കി മുകളിലേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇവിടുത്തെ വ്യൂ അത്യാവശ്യം ഓക്കെയാണ്. ചില ഭാഗങ്ങളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുടജാത്രിയുടെ പച്ചപ്പ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ മൊട്ടക്കുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കയറ്റത്തിന് മുന്നേ ഇതുമാതിരി ഒരു ഗുഹയുടെ ഉള്ളിൽ നമ്മൾ കടക്കണ പോലെ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ഭാഗമാണ് എനിക്ക് എപ്പോൾ കുടജാത്രി പോയി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. കുറേ വേരുകളും മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ് കാടിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുടജാദ്രിയുടെ സർവജ്ഞപീഠത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാണ് സർവജ്ഞപീഠം. അപ്പോൾ അവിടെയാണ് ശങ്കരാചാര്യർ വന്നിട്ട് തപസ്സിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് താഴെ, അതായത് ജീപ്പ് എത്തുന്ന പോയിന്റിൽ നിന്ന് ട്രക്ക് ചെയ്ത് മുകളിലേക്ക് വരാൻ പറ്റും. തികച്ചും ആയാസകരമല്ലാത്തൊരു ട്രക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അത്യാവശ്യം നടക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ, അതിൽ കൂടുതൽ എടുക്കില്ല. എന്നാൽ നല്ല പച്ചപ്പുണ്ട്, ഗ്രീനറി ഉണ്ട്, കാറ്റുണ്ട്. അതോടൊപ്പം തന്നെ ഭക്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്നവർക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഒരു 100 മീറ്റേഴ്സും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ, നമ്മൾ നമ്മുടെ ടോപ്പ് പോയിന്റിലെത്തും. സോ യാ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഒരു കയറ്റത്തിനൊക്കെ ശേഷം ഫൈനലി നമ്മൾ നമ്മുടെ സർവജ്ഞപീഠത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ആ പറയുന്ന ശങ്കരാചാര്യർ തപസ്സിരുന്നിട്ടുള്ള സർവജ്ഞപീഠം. ഒരു അമ്പലം പോലെ തന്നെയാണ്. ഉള്ളിൽ നമുക്ക് പ്രതിഷ്ഠയുണ്ട്, ഇവിടെ പൂജയും നടക്കാറുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് പൂജ നടന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നടന്നു തുറന്നിട്ടായിരുന്നു. അപ്പം നന്നായിട്ട് നമുക്ക് ദർശനമൊക്കെ പറ്റി. പിന്നെ എല്ലാവരും ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഡിവൈൻ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അധികം നമുക്ക് എന്താ പറയുക, ഒരു കാംനെസ് ഫീൽ ചെയ്യും കേട്ടോ ഇതിൻ്റെ മുകളിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ 2ാമത്തെ വരവാണ്. ബട്ട് ഐ റിയലി ലവ് ദ പ്ലേസ്. ഹായ്. അപ്പം നമ്മളിത് ഫൈനലി കുടജാത്രിയുടെ പീക്കിലെത്തി. സർവജ്ഞപീഠം ഇതാണ്, നമ്മൾ കണ്ടു, തൊഴുതു. നമുക്ക് തിരിച്ചിറങ്ങാം. സോ വളരെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ഹാർഡൊന്നും അല്ലാത്ത രീതിയിലുള്ളൊരു ട്രക്ക്, ഒരു 2 കിലോമീറ്റർ. ബട്ട് ഇറ്റ്സ് വർത്ത് എ ഗ്യാപ്പ്. സോ യാ, ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നല്ലൊരു ട്രെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒരു സൺസെറ്റിൻ്റെ ചുമപ്പ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷവും നല്ലൊരു മൗണ്ടൻ ട്രെക്കൊക്കെ കഴിഞ്ഞിട്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു യാത്രയുടെ വിശേഷമായിട്ട് ഉടനെ തന്നെ കാണാം.